എനിക്ക് ലൈക്ക് ഇതൊക്കെ കുറയുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും എല്ലാവരും വെറുപ്പിച്ച് അതാ ഇത് എന്നാത്ത ചാതനോ കുഞ്ഞി പാലാണ്. ഹലോ ഗായ്സ്, വെൽക്കം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ലവ് യു. ഇപ്പോൾ ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട്. 3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്ന് വന്നിട്ട് ഞാൻ എന്താണെന്ന് വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ലവ് യു. എൻ്റെ മോൾ ആദ്യം പഠിച്ചു വെച്ചത് ഐ ലവ് യു ആണ് ഗൈസ്. ആരെയൊക്കെ വളക്കണ്ടേ? അപ്പല്ലേ ഞാൻ പോണ്ട നിൽക്കാം, നമ്മുടെ കുഞ്ഞല്ലേ, അമ്മ വ്ളോഗ് എടുക്കട്ടെ. ഇതാണ് ഗൈസ് വ്ളോഗ് വല്ലാതെ അങ്ങ് എടുക്കാൻ പറ്റാത്ത, ഞാൻ ഇവിടേക്ക് നോക്കിയിട്ടാണ് സംസാരിക്കുന്നത്, ക്യാമറ എവിടെയാണ്. വ്ളോഗ് വല്ലാതെ എടുക്കാൻ പറ്റാത്ത മെയിൻ കാരണം ഇതാണ്. ഞാനിങ്ങനെ എടുക്കുന്ന ടൈം ഉണ്ടാവും ഇവിടെ ടേബിളും സ്റ്റാൻഡൊക്കെ വന്ന് കുലുക്കാണ്. അപ്പോൾ എൻ്റെ കുട്ടിയുടെ പന്ത് കണ്ടോ, ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് ഒരു ഞാൻ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ പോയപ്പോൾ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞ് പാക്കറ്റിൽ ഒരു ബീട്രൂട്ട് പൗഡർ കണ്ടു. ഞാനത് ഒരെണ്ണം മേടിച്ചു. അത് മേടിച്ചു അത് ഫേസിൽ അപ്ലൈ ചെയ്യാം, ജസ്റ്റ് ഒരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ നാളേക്കുള്ളൊരു വ്ളോഗാവും. ഇനി വേറെ അത് ആലോചിച്ച് ബുദ്ധിമുട്ടി പോകണ്ടല്ലോ. അപ്പോൾ ഞാൻ പാക്കറ്റും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പോൾ വരാം. അപ്പോൾ ഇതാണ് സാധനം. ഇത് ആൽസ് ഗുഡ്നെസ്സിൻ്റെ മറ്റേ ബീട്രൂട്ട് പൗഡർ ഇല്ലേ, അതിൻ്റെ ചെറിയ പാക്കറ്റ്. എങ്ങനെ ഞാൻ ഈ വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളത് എനിക്കറിയില്ല. ഒരു ഐ ലവ് യു ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെയൊക്കെ എത്തോ അങ്ങനത്തെ ഗൈസ് ഉണ്ടോ ഐ ലവ് യു. അപ്പോൾ ഇത് പാലിൽ ചാലിച്ച് മുഖത്ത് ഇതാക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റൻറ്റ് ഗ്ലോ മാച്ച് ബ്യൂട്ടി മാസ്ക് ഫോർ സ്കിൻ ഹെയർ ആൻഡ് ഹെയറോ. ഇത് മുടിയിലും തേക്കാന്ന്. ഇത് അളക്കാതെ കുഞ്ഞി, ഇത് മുടിയിലും തേക്കാന്ന്. അതൊക്കെ അറിയില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇത് മുടി തേക്കാനുള്ളതില്ല, മുഖത്ത് തേക്കാനുള്ളത് തന്നെയുള്ളൂ. അപ്പോൾ നമുക്കിന്ന് മുഖത്തും കയ്യിലും എല്ലായിടത്തും വാരി തേച്ച് നമുക്ക് ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുമോ നോക്കാം. അപ്പോൾ അത് പാലിൽ ചാലിച്ചിട്ട് വരാം. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഏതാൾക്കും അറിയാം ഇതെങ്ങനെ പാലിൽ ചാലിക്കേണ്ടത് എന്നുള്ളത്. ഡബറയിൽ കൊട്ട് ആവശ്യത്തിന് പാലെടുക്കുക, ചാലിക്കുക, തേക്കുക, ഇതാക്കുക. എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ നമുക്ക് എന്തെങ്കിലും വ്ളോഗൊക്കെ ചെയ്യണ്ടേ, കഞ്ഞി കുടിക്കാൻ അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ അത് ചാലിച്ചിട്ട് വരാം ഗൈസ്. ഇത് ചാലിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഗൈസ് ഇത് എടുത്ത് വന്നിട്ടുണ്ട്. നമുക്കത് ഇത് ഞാൻ മൊത്തം എടുത്ത് ഗൈസ്. പക്ഷെ ഇത് കുറേ ഉണ്ടായിരുന്നു. അതാ എന്ത് സുഖം, തണുത്ത പാലാണ് കേട്ടോ. ആണോ എൻ്റെ മോള് എൻ്റെ കൂടെ കൂടിയിട്ട് ഇങ്ങനത്തെ, ഞാൻ ക്യാമറയ്ക്കെല്ലാം നോക്കുന്നത് എൻ്റെ ഒന്ന് ക്ഷമിക്കണം. കാരണം എൻ്റെ മുഖത്ത് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. കീത്തുമ്മി കുഞ്ഞി ഒന്ന് അടങ്ങിയിരിക്കുന്നേ. എല്ലാവർക്കും വെക്കേഷനൊക്കെ ആയി, എല്ലാവരും ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കും. അതുകൊണ്ട് എൻ്റെ വീഡിയോ മുടങ്ങാതെ കാണാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്, അതെനിക്ക് വേണ്ടിയിട്ടല്ല ഗൈസ്. നിങ്ങൾ എന്നെ കാണാതെ വിഷമിച്ച ഇതിൻ്റെ ഇടയിലെടുത്ത് തേക്കണം. നമ്മുടെ കുഞ്ഞതൊന്നും തേക്കണ്ട കേട്ടോ. കുഞ്ഞി ഇതിനായിട്ടൊരു പരിപാടി നടക്കില്ല. അമ്മൂട്ടി പാത്രം എടുത്തിട്ടോ, എന്നിട്ട് അവിടെ ആയിക്കോട്ടെ. പൊതുവേ എൻ്റെ ഫേസിന് അങ്ങനെ ബീട്രൂട്ട് പറ്റാറില്ല. നമുക്കിതൊന്ന് തേച്ച് നോക്കാം. ഞാൻ ഒരു 2 വർഷം മുമ്പ് ബീട്രൂട്ടിൻ്റെ ഇത് ഇറങ്ങിയ ടൈമിന് ഞാൻ തേച്ചിട്ടൊരു സുഖം കിട്ടിയില്ല. ഇത് ഞാൻ ആൽപ്സിൻ്റെ ആണെന്ന് കണ്ടില്ല, ശ്രദ്ധിച്ചില്ല. ഞാൻ അന്നും ആൽപ്സിൻ്റെ തന്നെയാണ് ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നത്.
അയ്യോ ഞാൻ അതിനെ കുറ്റം പറയല്ലോ, റിസൾട്ട് ഇട്ടുള്ളവരുണ്ട് കേട്ടോ. എൻ്റെ അമ്മയ്ക്കൊക്കെ നല്ല ഗ്ലോ ഉണ്ട്. ഇത് എൻ്റെ പ്രശ്നമാണ്. ഞാൻ അതിനെ കുറ്റം പറഞ്ഞു. റിസൾട്ട് കിട്ടിയൊരു നല്ല പ്രൊഡക്റ്റാണ്, ഞാൻ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു. അങ്ങനെ ദൈവത്തോർത്ത് അങ്ങനെ ഒന്നും ചെയ്യരുത്. പാത്രല്ലേ നമ്മുടെ കുട്ടീൻ്റെ കിച്ചൺ സെറ്റ് ഒന്ന് എടുത്തിട്ട് വാ. കിച്ചൺ സെറ്റ് അതാ. അതല്ല ഇത്. ബോറടിക്കുന്നുണ്ടോ ഗൈസ്? ഞാൻ സ്പീഡിൽ ഇടാട്ടോ. ഇനി പോയി അവിടെ പോയി തച്ചു. ഗൈസ് ഇത് എടുത്തത് കൂടിപ്പോയി. എനിക്കങ്ങനെ പാക്ക് ഉണ്ടാക്കി വെച്ചിട്ട് കുറേ നേരം പിറ്റേന്നത്തേക്കൊന്നും എടുക്കണമെന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അത് കൈമേലും കൂടെ തേക്കണം ഗൈസ്. കൈമ തേക്കാൻ പാടുമോ എനിക്ക് അറിയില്ല കേട്ടോ. ആ ഹെയറിന് ബെറ്റർ അല്ലേ? ഇത് നോക്ക് ഗൈസ്, ഇത്രയും ഹെയറുള്ള കൈക്ക് ബെറ്റർ ആണ്. അപ്പോൾ ഇത് ഹെയറിന് ബെറ്റർ എന്നുള്ളത് എനിക്ക് പറഞ്ഞെന്താ മനസ്സിലായില്ല. ഞാൻ വായിച്ചു കൊടുത്ത് തെറ്റിയതാണോ അറിയൂല ഗൈസ്. ഇനി ബാത്റൂം കഴുകാണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഫുള്ള് തേച്ചിട്ട് പോയിട്ട് കഴുകുക. അതാകുമ്പോൾ പിന്നെ കുളിക്കാറാകുമ്പോഴത്തേക്കും പിടിക്കുമല്ലോ. നിങ്ങൾക്ക് ബോറടിക്കുന്നൊന്നുമില്ലല്ലോ അല്ലേ? ഔലോ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കാണണം ഗൈസ് പ്ലീസ്. ഒരു വീഡിയോ ക്രിയേറ്ററുടെ രോദനായിട്ട് കണ്ടാൽ മതി. ഇൻഫ്ലുവൻസർ എന്നൊന്നും പറയണില്ല, എന്നെ ആൾക്കാർ അടിച്ചാട്ടോ. ഞാൻ അങ്ങനെ വിചാരിക്കേ, എനിക്ക് ലൈക്ക് ഇതൊക്കെ കുറയുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും എല്ലാവരും വെറുപ്പിച്ച് അതാ ഇത് എന്നാത്ത ചാതനോ. കുഞ്ഞി പാലാണ് പക്ഷെ പൊടി. മറ്റേ ലൈക്കൊക്കെ കുറയുമ്പോൾ എല്ലാവരും വെറുപ്പിച്ചാൽ എല്ലാവരും കുറ്റം പറയാം. എല്ലാവരും കുറ്റം പറഞ്ഞ് വീഡിയോ ഇട്ടാലൊക്കെ വിചാരിക്കും കേട്ടോ. അപ്പോൾ ചീത്ത അറിയാനെങ്കിലും ആരെങ്കിലും കാണുമല്ലോ. പിന്നെ ഞാൻ വിചാരിക്കും വേണ്ട, എന്തിനാണ് കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം കൂടെ ഞാൻ ഇല്ലാതെ വെക്കണേ വെച്ചിട്ട് അടങ്ങി ഒതുക്കി ഇരിക്കണേ ഗൈസ്. ഇല്ലെങ്കിൽ എൻ്റെ എല്ലാ കൂതറ സ്വഭാവം ഞാൻ പുറത്തെടുത്തിരുന്നു. നിങ്ങൾ വിചാരിക്കും ഓ നീ കൂതറയാണ്. അങ്ങനെയല്ല, ഏതൊരാളുടെ ഉള്ളിലും നല്ലതും ചീത്തതും ഉണ്ട്. അതിലേത് പുറത്തേക്ക് എടുക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. മറ്റേ പൃഥ്വിരാജ് പറഞ്ഞ പോലെ എൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം എൻ്റെ ക്ഷമയാണ് ഗൈസ്. ക്ഷമയും എൻ്റെ കൺട്രോളും ഒക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പോകണത്. അല്ലെങ്കിൽ ഞാൻ ഇതാണ് ഗൈസ്. ഞാൻ ഈ കൈ ഒന്ന് കഴുകിയിട്ട് വരാം. അല്ല കൈയല്ല, നീ അതൊന്ന് പിടിച്ച് കുളിച്ച് ഫ്രഷായിട്ട് മേക്കപ്പും കൂടെ ചെയ്യണത് ഒന്നും കൂടെ ഓൺ വോയിസിൽ വേണ്ട, അത് അടുത്ത വീഡിയോ, അത് വേറെ കണ്ടൻറ്റും. അപ്പോൾ ഞാൻ കുളിച്ചൊക്കെ വന്നിട്ട് ഞാൻ കാട്ടിത്തരാം കേട്ടോ ഗൈസ്. ഞാൻ അതൊന്ന് കൈയൊന്ന് കഴുകട്ടെ. അങ്ങനെ ഗൈസ് ഞാൻ പോയിട്ട് ഫ്രഷൊക്കെ ആയിട്ട് വന്നു. കണ്ടോ മൈൻഡ് കട്ടായി, വീഡിയോ എടുക്കാനുള്ള മൂഡ് പോയി. ഞാൻ എന്തൊക്കെയോ ചെയ്യണമെന്ന് വിചാരിച്ചു, ഒന്നാമത് വയ്യ, നല്ല തലവേദന ഉണ്ട്. പൗഡർ ഗൈസ്, ഇപ്പോൾ മനസ്സിലായില്ലേ പൗഡറൊക്കെ ഇടാറുണ്ടത്. കൈക്കൊക്കെ എന്തെങ്കിലും മാറ്റം വന്നോ ആർക്കറിയാം. എന്തെങ്കിലുമൊക്കെ വ്ളോഗ് ഇടണ്ടേന്ന് വിചാരിച്ചിടുന്നതാണ്. എന്നോട് എല്ലാവരും ഡെയിലി വ്ളോഗ് പറയും. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ വെച്ചിട്ട് പുതിയ സിന്ദൂര ബോക്സ് പൊട്ടിച്ചത് ഗൈസ്. എന്തെങ്കിലുമൊക്കെ വ്ളോഗ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ വ്ളോഗ് ഇടുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കുറച്ച് വെറൈറ്റി കൊണ്ടുവരാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ അതുപോലെ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ലവ് യു ആൻഡ് ബൈ.